എല്ലാവർക്കും ചെമ്മീൻ ബിരിയാണി ഇഷ്ടമല്ലേ? അപ്പോൾ എളുപ്പത്തിൽ കാന്താരി മുളകൊക്കെ ചേർത്തൊരു ചെമ്മീൻ ബിരിയാണി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഈ വീഡിയോ കണ്ടു നോക്കുക. കണ്ടാൽ മാത്രം പോരാ, എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ ചെമ്മീൻ ബിരിയാണി വെക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു 300 ഗ്രാം ചെമ്മീൻ എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടീസ്പൂണ്, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി ഒരു 1/2 ടീസ്പൂണ്, പിന്നെ റെഡ് ചില്ലി പൗഡർ. ഇത് പുരട്ടി നമുക്ക് ചെമ്മീനെ ഒന്ന് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കണം. എന്നിട്ട് വേണം നമുക്ക് അതിൻ്റെ കറി ഉണ്ടാക്കാൻ. പിന്നെ ഇതിൻ്റെ മസാലയ്ക്ക് ചതയ്ക്കാനായിട്ട് ഞാനൊരു 10-12 അല്ലി ചുമന്നുള്ളി, പിന്നെ ഒരു 5-6 വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, പിന്നെ ഇത് നല്ല കാന്താരി മുളകാണ് ഞാൻ ചേർത്തേക്കുന്നത്. ഇത് കാന്താരി ചെമ്മീൻ ബിരിയാണിയാണല്ലോ, അപ്പോൾ നമ്മൾ കാന്താരി മുളകാണ്. ഇത് നമുക്ക് ചതച്ചെടുത്തിട്ട് വരട്ടെ. അപ്പോൾ ഇനി ഞാനൊരു പാനിൽ എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് അതിനകത്തോട്ട് സവാള ചെറുതായിട്ട് അരിഞ്ഞതൊന്ന് വറുത്ത് പോരണം. അതാണ് ആദ്യം ചെയ്യുന്നത്. ഇപ്പം ആ ബിരിയാണിയിലിടാൻ വറുത്തിടാനുള്ള ഉള്ളിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇതിനെ അടുപ്പത്തൊന്നും മാറ്റുക, നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ട്. ഉള്ളി വറുത്ത് മാറ്റിയ ആ എണ്ണയിൽ തന്നെ ഞാൻ എന്താ ചെയ്തെന്ന് വെച്ചാൽ കുറച്ച് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം. ആ നെയ്യ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ആ നെയ്യ് ഒന്ന് മെൽറ്റായി കഴിയുമ്പോൾ നമുക്ക് അതിനകത്തോട്ട് നമ്മൾ പരട്ടി വെച്ച ചെമ്മീനൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കണം. 2 ബാച്ചായിട്ട് ഫ്രൈ ചെയ്യാം. കുറച്ച് കൂടുതൽ ചെമ്മീനുണ്ടല്ലോ, നമുക്ക് 2 ബാച്ചായിട്ട് അതിനെ ഫ്രൈ ചെയ്ത് എടുക്കണം. ഈ നെയ്യിൽ ആദ്യം നമുക്ക് ഇതിനകത്ത് ഗാർണിഷ് ചെയ്യാനുള്ള അണ്ടിപ്പരിപ്പ് ഒന്ന് വറുത്ത് മാറ്റാം. എന്നിട്ട് നമുക്ക് ചെമ്മീൻ വറുക്കാം. അണ്ടിപ്പരിപ്പ് ഒന്ന് മൂത്ത് വരട്ടെ. അപ്പോൾ നിങ്ങൾക്ക് കാണാം അണ്ടിപ്പരിപ്പൊക്കെ നല്ലൊരു ലൈറ്റ് ബ്രൗൺ ആയിട്ടുണ്ട്. ഈ പരുവത്തിൽ നമുക്ക് എടുക്കാം. എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും. അപ്പോൾ ആ ലൈറ്റ് ബ്രൗണിൽ എടുത്താലാണ് പിന്നെ ഇരുന്നൊന്ന് അത് മൂത്തോളും. അപ്പോൾ ഞാനതിന് അടുപ്പത്തൊന്നൊന്ന് മാറ്റി, അണ്ടിപ്പരിപ്പിനെയൊക്കെ മാറ്റി. എന്നിട്ട് നമുക്ക് പകുതി ചെമ്മീൻ അതിനകത്ത് ഇട്ട് കൊടുക്കാം, ഫ്രൈ ചെയ്തെടുക്കാൻ. ചെമ്മീനൊക്കെ നല്ല ഫ്രൈ ആയി വരുന്നുണ്ട്. ഇത് ഒരു സാധാരണ ബിരിയാണി അല്ല, നല്ല അരപ്പൊക്കെ ഉള്ള. നമ്മളിതിനകത്ത് കുറച്ച് തേങ്ങയും അണ്ടിപ്പരിപ്പൊക്കെ അരച്ച് ചേർക്കുന്നുണ്ട്. കാന്താരി മുളകും ഇതെല്ലാം കൂടെ വരുമ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും ഈ ബിരിയാണിക്ക്. അപ്പോൾ എല്ലാവരും ഒന്ന് ഫ്രൈ നോക്കണം. ഒരു സ്പെഷ്യൽ ബിരിയാണിയാണ്. അല്ലോ, ചെമ്മീനൊക്കെ നന്നായിട്ട് മൂത്ത് വരുന്നുണ്ട്. നല്ലൊരു ഓറഞ്ച് കളറായി വരട്ടെ. നമ്മുടെ ഒരു സെറ്റ് ചെമ്മീൻ റെഡിയായി. പിന്നെ ഞാൻ അടുപ്പത്തൊന്ന് മാറ്റുകയാണ്. എന്നിട്ട് അടുത്ത സെറ്റും ഇതുപോലെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ഓറഞ്ച് കളറായിട്ടുണ്ട്. അടുത്ത് നമ്മുടെ അരപ്പിനുള്ള സവോളയൊക്കെ അതേ ഒന്ന് ബ്രൗണായി വന്നിട്ടുണ്ട്. ഇതിനകത്തോട്ട് വേണം നമുക്ക് ചതച്ച വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ഇതൊക്കെ ചേർക്കാനായിട്ട്. ഓയിലോട്ട് തന്നെ നമ്മൾ വറുത്ത് വെച്ച സവാള, ഒരു സവാള നമുക്കിട്ട് കൊടുക്കാം. എന്നിട്ട് അതിനകത്തോട്ട് നമുക്ക് ആ ചുവന്നുള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും കാന്താരി മുളക് ചതച്ചതും കൂടെ ഇട്ട് വഴറ്റാം. അതിനകത്തോട്ട് ചുവന്നുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, കാന്താരി മുളക് അതിനെ നന്നായിട്ട് വഴറ്റി. ആവശ്യമുണ്ടെങ്കിൽ കുറച്ചും കൂടെ നെയ്യ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ചെമ്മീൻ്റെ ഫ്ലേവർ എല്ലാം മസാലയിലും ഒന്നും കൂടെ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഒന്ന് നന്നായിട്ട് മൂത്ത് വരും. ഞാനിവിടെ ഒരു പിടി മല്ലിയിലയും കുറച്ച് മിൻറ്റും, പിന്നെ ഇവിടെ തേങ്ങയും ഒരു 5-6 കാഷ്നട്ട്സും ഇതെല്ലാം കൂടെ അരച്ചൊരു പേസ്റ്റ് ആക്കാൻ പോവുക. അപ്പോൾ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും കാന്താരി മുളക് ചതച്ചൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് 2 ടൊമാറ്റോ ഇട്ട് കൊടുക്കും. ഈ ടൊമാറ്റോ ഒക്കെ ഒന്നും മാഷ് ആവണം. ഇപ്പോൾ അതിങ്ങനെ വലിയ കഷ്ണമായിട്ടില്ല, അതൊന്നും പതുങ്ങി അതിന് ഒന്ന് സോഫ്റ്റ് ആവണം ടൊമാറ്റോ. അതുവരെ നമുക്ക് അതിനെ വഴറ്റണം. അത് കഴിഞ്ഞിട്ട് വേണം പൊടികൾ ആഡ് ചെയ്യാനായി. ആ ടൊമാറ്റോ ഒക്കെ മാഷ് ആയിട്ടുണ്ട്. അതിനകത്തോട്ട് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. വേറെ പൊടികളൊന്നും വേണ്ട, ഇത് മാത്രം ആഡ് ചെയ്താൽ മതി. എന്നിട്ട് അതിനൊന്ന് വഴറ്റി കഴിഞ്ഞിട്ട് നമുക്ക് ആ അരച്ച പേസ്റ്റ് ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അരച്ച ഫൈൻ പേസ്റ്റ് തേങ്ങയും അണ്ടിപ്പരിപ്പും മല്ലിയിലയും പുതിനയിലയും അരച്ചതും കൂടെ ആഡ് ചെയ്തു. എന്നിട്ട് നമുക്ക് എണ്ണ തെളിയുന്ന വരെ ഇതിനെ ഒന്ന് വഴറ്റണം. അരപ്പ് മിക്സി കഴുകിയ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം അതിനകത്തോട്ട്. അപ്പോൾ സത്തൊക്കെ പോന്നോളൂ. നമ്മൾ ചെമ്മീനും ഉപ്പ് ഇട്ടാണ് വറുത്തത്, എന്നാലും നമുക്ക് ഗ്രേവിക്ക് കുറച്ച് ഉപ്പ് വേണം. അപ്പോൾ അതിന് ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുത്തു. അത് കഴിഞ്ഞ് ചെമ്മീനും കൂടെ ആഡ് ചെയ്തിട്ട് എല്ലാവരും ചെക്ക് ചെയ്യണം. പിന്നെ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഉപ്പിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഗ്രേവി ഒന്നും കൂടെ ഒന്ന് വഴന്ന് വരും. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സൈഡിൽ നിന്നൊക്കെ എണ്ണ ഇങ്ങനെ തെളിഞ്ഞ് വരുന്നുണ്ട്. അതിനകത്തോട്ട് നമ്മൾ ആ വറുത്ത് വെച്ച ചെമ്മീൻ ആ ചാറോട് കൂടി കുറച്ച് അതിൻ്റെ ജ്യൂസ് അതിനകത്ത് ഇറങ്ങിയിട്ടുണ്ട്.
എന്നിട്ട് ഒരു 2 മിനിറ്റ്സ് ഈ അരപ്പിൽ കിടന്നൊന്ന് ചെമ്മീൻ വേവണം. അപ്പോൾ അതിനൊന്ന് മൂടി വെച്ച് വെക്കണം. ബിരിയാണിക്കുള്ള മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട്, ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഞാനങ്ങ് അടുപ്പ് ഓഫ് ചെയ്യുകയാണ്. കണ്ടോ, മസാലയൊക്കെ നല്ല പൊതിഞ്ഞിരിക്കുന്ന ഒരു ഇതാണ്. അധികം ഗ്രേവി ഇല്ല, ആ റൈസിലിങ്ങനെ പരണ്ടിരിക്കുന്ന ഗ്രേവിയേ ഉള്ളൂ. ഞാനിപ്പോൾ ഇതിനെ അടുപ്പത്തൊന്ന് മാറ്റാം. അരി വേവിക്കാനായിട്ട് ഞാൻ 1.5 കപ്പ് അരിയാണ് എടുത്തേക്കുന്നത്, ബസ്മതി റൈസ്. അപ്പോൾ അതിന് 3 കപ്പ് വെള്ളം ഞാൻ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് ഒരു പട്ട, ഒരു ജാതിപത്രി, ഒരു തക്കോലം, 3-4 ഏലക്കായ, 3-4 ഗ്രാമ്പു, പിന്നെ ബേ ലീഫ്, പിന്നെ ബിരിയാണിയുടെ റൈസ് വേവിക്കാൻ ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ നെയ്യ്, ഇത്രയും ഇട്ട് കൊടുത്തു. അത് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് അതൊന്ന് കുതിർത്ത് വെച്ച അരി വേണം. ഒരു 20 മിനിറ്റ് കുതിർത്തിട്ട് നമ്മളതിനെ സ്ട്രെയിൻ ചെയ്ത് അത് വേണം ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ആ പ്രോസസ്സാണ് ഇപ്പോൾ ചെയ്യുന്നത്. അതിനകത്തോട്ട് നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം. ഇത് സ്ട്രെയിൻ ചെയ്ത റൈസാണ്, നമുക്കത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അത് തിളച്ച് കഴിഞ്ഞിട്ട് തീ കുറച്ച് ഒരു 10 മിനിറ്റ്സ് തന്നെ കുക്ക് ചെയ്ത് ചെറുതായിട്ട് തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ തീ കുറച്ച് ഒരു 10 മിനിറ്റ് ചെറിയ തീയിലിരുന്ന് വേണം അരിയെ കുക്ക് ചെയ്ത് എടുക്കുക. ബിരിയാണിയുടെ റൈസ് ഇതാ കുക്കായി വരുന്നുണ്ട്. ഇടയ്ക്കൊന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇനി ഒരു 5 മിനിറ്റ്സും കൂടെ എടുക്കും. ഇപ്പോൾ ഒരു 5 മിനിറ്റ്സേ ആയിട്ടുള്ളൂ. ടോട്ടൽ 10 മിനിറ്റ്സ് കൊണ്ട് കുക്കാവും. അരി ഒന്ന് എല്ലാവരും ടേസ്റ്റ് ചെയ്ത് നോക്കണം, വെന്തിട്ടുണ്ടോ എന്ന് ഇറക്കുന്നതിന് മുമ്പേ. അപ്പോൾ നമ്മുടെ റൈസ് ഏകദേശം റെഡിയായി. അപ്പോൾ ഞാൻ ബിരിയാണി പാത്രത്തിൽ കുറച്ച് നെയ്യ് അടിയിൽ ഇട്ട് കൊടുത്തു. എന്നിട്ട് നമ്മുടെ ആ ചെമ്മീൻ മിക്സ് പകുതി നമുക്ക് ബിരിയാണി പാത്രത്തിൻ്റെ അടിയിൽ നിരത്തി കൊടുക്കാം. അത് കഴിഞ്ഞ് നമുക്ക് അടുത്ത ലെയർ റൈസ് ഇട്ട് കൊടുക്കാം. നമുക്ക് അതിൻ്റെ മുകളിലോട്ട് റൈസ് ഇട്ട് കൊടുക്കാം. ആ റൈസ് ഇടുമ്പോൾ നിങ്ങൾ ആ ഹോൾ സ്പൈസസ് പറ്റുമെങ്കിൽ ഒന്ന് മാറ്റിക്കളയണം. അത് കടിക്കുന്ന അത്ര നല്ല ടേസ്റ്റ് അല്ലല്ലോ, അതുകൊണ്ട്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയതിൻ്റെ പകുതി ചോറ് നമുക്ക് ഈ ലെയറിൽ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ പാത്രം നമ്മൾ ചെമ്മീൻ ഉണ്ടാക്കിയ പാത്രത്തിൽ തന്നെ കുറച്ച് ചോറിട്ട് അപ്പോൾ മിക്സ് ചെയ്തിട്ട് അത് അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒട്ടും അരപ്പൊന്നും നഷ്ടപ്പെടുത്താതെ നമുക്ക് ആ ചോറിലൊക്കെ നല്ലൊരു ഫ്ലേവർ കിട്ടും. ഇനി നമുക്ക് അടുത്ത ലെയർ ബാക്കി റൈസിൻ്റെ ഒരു 3/4 ഭാഗം ഇട്ട് കൊടുക്കാം. സവാള വറുത്തതും കുറച്ച് അണ്ടിപ്പരിപ്പ് വറുത്തതും നമുക്ക് ഇട്ട് കൊടുക്കാം. ബാക്കി നമുക്ക് ഗാർണിഷിനായിട്ട് എടുക്കണം. ഒരു തവ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഈ പാത്രം വെച്ചിട്ട് നമുക്ക് ചെയ്യാം. ഞാൻ ആ പ്രോസസ്സാണ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ഈ സ്പൂൺ കൊണ്ട് തന്നെ ഇതിനെ നന്നായിട്ട് ഇങ്ങനെ ഒന്ന് നിരത്തി കൊടുക്കണം. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. അവിടെ ഇട്ട് കൊടുത്താൽ മതി നെയ്യ്. അത് ചൂടാവുമ്പോൾ എല്ലായിടത്തോടെ നെയ്യുടെ ടേസ്റ്റ് വരും. ഫൈനലായിട്ട് പാലിൽ നമ്മൾ കുങ്കുമപ്പൂ കലക്കിയത് അതിൻ്റെ മുകളിലൊന്ന് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് വേണം തവയിൽ വെച്ച് ബേക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാം തവ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിനകത്തോട്ട് ഞാൻ എൻ്റെ ബിരിയാണി നമ്മൾ മിക്സ് ചെയ്ത് വെച്ചു. അതിനെ ടൈറ്റായിട്ട് അടച്ചിട്ട് നമുക്ക് ഒരു തീ കുറച്ചിട്ടിട്ട് ഒരു 30 to 45 മിനിറ്റ്സ് ദം ചെയ്ത് എടുക്കുമ്പോഴാണ് നല്ലൊരു ഫ്ലേവറോട് കൂടിയ ഒരു കാന്താരി പ്രോൺസ് ബിരിയാണി റെഡിയാക്കി എടുക്കാൻ പറ്റുന്നത്. ഓക്കെ, അരമണിക്കൂർ കഴിഞ്ഞു. ഉണ്ടോ, നമ്മുടെ ബിരിയാണിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിനെ നമുക്ക് താഴേന്ന് ഇങ്ങനെ ഒന്ന് ഇളക്കിയെടുക്കാം. നല്ല ആവി പറക്കണ കണ്ടോ ചെമ്മീൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഞാനതൊരു സെർവിങ് ഡിഷിലോട്ട് സെർവ് ചെയ്യാൻ പോകും. അപ്പോൾ സെർവിങ് ഡിഷിൽ ഞാനത് സെർവ് ചെയ്തു. അതിൻ്റെ മുകളിൽ നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ മല്ലിയില ഒന്നിട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാവരും റെഡിയായില്ലേ ചെമ്മീൻ ബിരിയാണി കഴിക്കാനായിട്ട്? നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ ബിരിയാണി ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. നല്ല രുചിയോടുകൂടി ഞാൻ ധൈര്യമായിട്ട് പറയുകയാണ്, എല്ലാവർക്കും ഇത് ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ട് ഉണ്ടാക്കിയിട്ട് അഭിപ്രായവും ഫീഡ്ബാക്കും കമൻസും എല്ലാം ഇട്ടേക്കണം. ഓക്കെ, താങ്ക് യു.